ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നൊരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഇറച്ചി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ ഞാൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഓരോ ലേസും വളരെയധികം തിന്നായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബോൺലെസ് ചിക്കന് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ 2 ടേബിൾ സ്പൂണ് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ഞാനിപ്പം ഇതിൽ 1-2 റെസിപ്പിയിലൊക്കെ തൈര് വെച്ച് ചെയ്തിട്ടൊക്കെ എനിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പം വേറെ വെള്ളങ്ങളൊന്നും ചേർക്കരുത്. ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുമ്പം ഒന്ന് മൂടി വെക്കണം. ചിക്കന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് മൂടി വെക്കുമ്പം ഇതിൽ അത്യാവശ്യം വെള്ളം ഒക്കെ ആയിട്ട് വരും. എന്ന് വെച്ചിട്ട് നമ്മളിത് തുറന്ന് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 15 മിനിറ്റ്, കൃത്യം ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ അതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് വെക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള മസാലക്കൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നൊന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഞാനിവിടെ കൊത്തി അരിഞ്ഞതാണ്. കുഞ്ഞു പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സാധാരണ ഞാൻ പറയുന്നത് പോലെ വലിയുള്ളി നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റാണ് നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഉള്ളിയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കെച്ചപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണാണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടേ ചേർക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ്. അപ്പോൾ ഈ 3 സോസുകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഈ 3 സോസുകളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഫ്ലേവറുമാണ്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റും ആട്ടോ ഉണ്ടാവുക. പിന്നെ മാത്രമല്ല ഈ 3 സോസിൻ്റെ അളവും ഏറിപ്പോകരുത്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലി, ചപ്പ്, പുതിന, അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറഞ്ഞ മല്ലിയില മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കാം.
ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളൊരു എഗ്ഗിൻ്റെ മിക്സാണ് ഇതിലേക്ക് ആവശ്യം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബൗൾ എടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പത്തിരി ഡിപ്പ് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക്, അതുപോലെ തന്നെ എരിവിന് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം നൈസായിട്ടുള്ള പത്തിരികളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പത്തിരിൻ്റെ വീഡിയോ, അതായത് സമൂസ ഷീറ്റ്, നൈസായിട്ട് സമൂസ ഷീറ്റ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ നൈസും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പത്തിരിയാണ്. മാത്രമല്ല പരത്താൻ അറിയാത്തവർക്ക് വരെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം ഇതെങ്ങനെ ഇത്രത്തോളം റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടിയെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പ് വെച്ചിട്ടാണ് ഞാനിത് ഓരോന്നും കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കറക്റ്റ് അളവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഇറച്ചിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓരോന്നും പല ഡിഫറെൻറ്റ് ഷേപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കറക്റ്റ് അളവിൽ ഇവിടെ പത്തിരികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് ഒരു പത്തിരി എടുത്തിട്ട് നമ്മൾ എഗ്ഗ് മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സോസ് പാനിൻ്റെ താഴ്ഭാഗത്ത് വെച്ചെടുക്കാം. സോസ് പാനിൻ്റെ താഴ്ഭാഗത്ത് സൈഡ്സിലായിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പത്തിരിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലക്കൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം എല്ലായിടത്തും സൈഡ്സിലും വക്കത്തുമായിട്ട് വെച്ചെടുക്കണം. ഇനി ഞാനിതാ സെക്കൻഡ് ലെയറും ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണ്. അപ്പം നമ്മുടെ പത്തിരി നന്നായിട്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യണം. നല്ല പോലെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കാം. നമ്മൾ കയ്യിൽ എത്രത്തോളം മസാലക്കൂട്ടുണ്ട് അതുപോലെ തന്നെ പത്തിരി ഉണ്ട്, അതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 15 പത്തിരിയാണ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് പത്തിരിയും ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഇവിടെ കുറച്ചൊന്ന് ബാക്കിയായിട്ടുണ്ട്. അപ്പം അത് ഞാനിതാ ഇതുപോലെ പപ്പടക്കോല കൊണ്ട് പത്തിരീൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് എല്ലാ എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കും ക്യാരറ്റും വെച്ചിട്ടാണ് ഈ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ തക്കാളിയോ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ ഫോട്ടോക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി സോസ് പാൻ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സോസ് പാൻ ഞാനൊരു തട്ടിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വെന്തണോ നോക്കുകയാണ്. അപ്പോൾ പപ്പടക്കോല കൊണ്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് കുറച്ചൊന്ന് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ തട്ടിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് കുക്കായി വരും. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇറച്ചിപ്പത്തിരി എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. മാത്രമല്ല ഇതിൻ്റെ ലെയേഴ്സൊക്കെ വളരെയധികം തിന്നുമാണ്. ഇതിൻ്റെ മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ട് കൂടി തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പം ഈ ഇറച്ചിപ്പത്തിരി ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.